കഥയെ ആരംഭിക്കുന്നത് ജേക്കബ് ഹാർലൻ എന്നു പേരുള്ള സ്റ്റോക്ക് ബ്രോക്കറായ യുവാവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ജേക്കബ് ഹാർലൻ കാലിഫോർണിയയിൽ തന്റെ ഭാര്യയ്ക്കും മകനുമൊപ്പം സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു. ജേക്കബിന്റെ ഭാര്യയുടെ പേര് കാതറിൻ എന്നാണ്, മകന്റെ പേര് ജോഷുവ. അവരങ്ങനെ സന്തോഷത്തോടുകൂടി ജീവിച്ചുകൊണ്ടിരിക്കെ ഒരു രാത്രിയിൽ ഒരു സംഭവമുണ്ടായി. ജേക്കബും ഭാര്യയും ഒരു പാർട്ടി കഴിഞ്ഞ് കൂട്ടുകാരോടൊപ്പം മടങ്ങുകയായിരുന്നു. കാർ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത് ജേക്കബ് ആയിരുന്നു. പക്ഷേ ആ യാത്രയിൽ വലിയൊരു അപകടം സംഭവിച്ചു. അപകടത്തിൽ ജേക്കബിന്റെ ഒരു സുഹൃത്ത് കാറിനുള്ളിൽ വെച്ച് തന്നെ മരണപ്പെട്ടു. കാര്യം ആക്സിഡന്റ് ആണെങ്കിൽ പോലും ജേക്കബിന്റെ മേലേക്ക് കുറ്റം വന്നു. പാർട്ടി കഴിഞ്ഞ് മടങ്ങുന്നതുകൊണ്ട് ജേക്കബ് ആ സമയം മദ്യപിച്ചിരുന്നു. അതിന്റെ പേരിലായിരുന്നു മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ജേക്കബിന്റെ മേൽ ചാർത്തപ്പെടുന്നത്. അതോടെ 16 മാസത്തേക്ക് ജേക്കബിന് തടവ് ശിക്ഷ ലഭിച്ചു. ചീനോയിലെ കാലിഫോർണിയ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ മെന്നിലേക്കായിരുന്നു ജേക്കബ് മാറ്റപ്പെട്ടത്. തന്റെ ഭർത്താവ് ഫാമിലിയെ വിട്ട് ജയിലിൽ പോവാൻ പോകുന്നു എന്നത് കാതറിനെ ഞെട്ടിക്കുന്ന സംഗതിയായിരുന്നു. ഇതിനു മുമ്പ് ഒരിക്കൽ പോലും ജയിലിൽ പോയിട്ടില്ലാത്ത ജേക്കബിന് ജയിലിലെ കഥകൾ കേട്ട് വല്ലാത്തൊരു ഭയമുണ്ടായിരുന്നു. ജയിലിൽ മറ്റ് തടവ് പുള്ളികളോ പ്രസൻ ഗാർഡുകളോ ഒക്കെ തന്നെ ആക്രമിക്കുമോ എന്ന്. ഈ തടവ് ശിക്ഷാ കാലാവധി കഴിയുന്നവരെ എങ്ങനെ ജയിലിൽ അതിജീവിക്കാം എന്നതിനെപ്പറ്റി ജേക്കബ് ചിന്തിക്കാനും ആരംഭിച്ചു. തന്റെ ആദ്യ ദിവസത്തെ ജയിൽ ജീവിതത്തിൽ ഏറെ വീക്കായ ഒരാളെ ജേക്കബ് പരിചയപ്പെട്ടു. ആ തടവ് പുള്ളി രാത്രിക്ക് രാത്രി മറ്റ് തടവ് പുള്ളികളാൽ ഉപദ്രവിക്കപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചെയ്യുന്നുണ്ടായിരുന്നു. മിണ്ടാതെ ആ ശബ്ദം ജേക്കബ് കേട്ടു. ജേക്കബ് വല്ലാതെ ഭയന്നിരുന്നു. അവിടെ സർവൈവ് ചെയ്യണമെങ്കിൽ കോൺഫിഡന്റായും ധൈര്യത്തോടെയും കാണപ്പെടണം എന്ന് ജേക്കബ് അതോടെ മനസ്സിലാക്കുകയാണ്. അത്തരത്തിൽ പ്രവർത്തിക്കുവാൻ ജേക്കബ് തീരുമാനിച്ചു. അടുത്ത ദിവസം മറ്റൊരു സംഭവം നടന്നു. ജേക്കബിനെ അവിടുണ്ടായിരുന്ന കറുത്ത വർഗ്ഗക്കാരനായ ഒരു തടവ് പുള്ളി ചെറുതായൊന്ന് പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിച്ചു. ജേക്കബും നല്ല രീതിയിൽ അരിശം കയറി അയാൾക്കെതിരെ കനത്ത ആക്രമണം നടത്തി. അവിടെ സർവൈവ് ചെയ്യണമെങ്കിൽ അത്തരത്തിലൊക്കെ സാധ്യമാകൂ എന്ന് ജേക്കബ് അതിനോടകം മനസ്സിലാക്കിയിരുന്നു. അന്ന് നടന്ന ഫൈറ്റിന്റെ പേരിൽ 30 ദിവസത്തെ ഏകാന്ത തടവിലേക്ക് ജേക്കബ് മാറ്റപ്പെടുകയാണ്. പക്ഷേ ജേക്കബിന്റെ ആ ഫൈറ്റും അവിടുണ്ടാക്കിയ പ്രശ്നവുമൊക്കെ ബോട്ടിൽസ് എന്ന വ്യക്തി കണ്ടിരുന്നു. ജയിലിനകത്തുള്ള വെള്ളക്കാരുടെ സംഘമായ പെൻവൺ എന്ന ഗ്യാങ്ങിന്റെ പ്രധാന ഷോട്ട് കോളറായിരുന്നു അയാൾ, അതായത് തലവൻ. ഏകാന്ത തടവിൽ നിന്ന് മോചിതനായതും ബോട്ടിൽസ് അവനെ തന്റെ ഗ്യാങ്ങിലേക്ക് കൂട്ടി. ജയിലിലെ പ്രൊട്ടക്ഷൻ താൻ തരാമെന്നും അതിനു പകരമായി ജേക്കബ് തനിക്ക് വേണ്ടി ജോലി നോക്കണം എന്നും ബോട്ടിൽസ് ആവശ്യപ്പെട്ടു. ജേക്കബിന് അധികം ആലോചിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. ഉടനടി അവനത് സമ്മതിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം കാതറിൻ ജയിലിലെത്തി ജേക്കബിനോട് സംസാരിച്ചു. തങ്ങളുടെ സേവിങ്സ് മുഴുവൻ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും മകന്റെ കാര്യങ്ങൾ നോക്കുവാനും ജീവിത ചിലവിനുമായി താൻ വേറൊരു ജോലി നോക്കേണ്ടി വരുമെന്നാ തോന്നുന്നേ എന്ന് കാതറിൻ ജേക്കബിനോട് പറഞ്ഞു. മറുവശത്ത് ജയിലിലാകട്ടെ ബോട്ടിൽസിന് വേണ്ടി ജേക്കബ് ഓരോ ജോലികൾ ചെയ്യാൻ ആരംഭിച്ചിരുന്നു. അതിൽ ആദ്യത്തേത് ഗാർഡുകളുടെ ശ്രദ്ധയിൽപ്പെടാതെ മയക്കുമരുന്ന് കടത്തുന്നതും മറ്റുമായിരുന്നു. കടത്തലിൽ ജേക്കബ് ഏറെ സ്കിൽഫുള്ളായി മാറിയപ്പോൾ അടുത്ത ഘട്ട ജോലി ബോട്ടിൽ ജേക്കബിന് കൊടുത്തു. പക്ഷേ അത് അത്ര എളുപ്പമുള്ളൊരു ജോലിയായിരുന്നില്ല. അപകടം പിടിച്ച ജോലിയാണ്. ഒറ്റുകാരനെന്ന് സംശയിക്കുന്ന ഒരാൾ ജയിലിനകത്തുണ്ട്. അയാളെ ജേക്കബ് ബോട്ടിൽസിന് വേണ്ടി വകവരുത്തണം. ജേക്കബ് അതിനു മുമ്പ് ആരെയും കൊന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ജേക്കബ് മടിച്ചു നിൽക്കാൻ ആരംഭിച്ചു. എന്ത് ചെയ്യണം എന്നറിയാതെ ജേക്കബ് ഒരു ധർമ്മസങ്കടത്തിലായി. ബോട്ടിൽസിന്റെ ഓർഡർ സമ്മതിച്ചില്ലെങ്കിൽ ഇത്രനാൾ താൻ ചെയ്തതൊക്കെ വേസ്റ്റ് ആകും. ജയിലിൽ സർവൈവ് ചെയ്യണമെങ്കിൽ ഇത്തരത്തിൽ ബോട്ടിൽസിന്റെ കൂടെ പിടിച്ചു നിന്നേ പറ്റൂ. അതുകൊണ്ട് തന്നെ ബോട്ടിൽസിന്റെ ഓർഡർ അത്തരത്തിൽ തന്നെ ഏറ്റെടുക്കാൻ ജേക്കബ് തീരുമാനിച്ചു. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും നല്ലൊരവസരം നോക്കിക്കണ്ട് ജേക്കബ് ബോട്ടിൽസിന്റെ ഓർഡർ നിറവേറ്റി. ടാർഗറ്റിനെ വകവരുത്തി. ആദ്യത്തെ കൊലപാതകത്തിന് ശേഷം ജേക്കബ് വല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആയി കാണപ്പെട്ടിരുന്നു. പക്ഷേ ജയിലിൽ സർവൈവ് ചെയ്യാൻ മറ്റു വഴിയില്ലെന്ന് മനസ്സിലായതും അതിനുവേണ്ടി ഏതറ്റം വരെയും പോകാൻ ജേക്കബ് തീരുമാനിച്ചു. നാളുകൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. ഗ്യാങ്ങിലെ ജേക്കബിന്റെ റാങ്ങും ഉയർന്നുയർന്നു വന്നു. മണി എന്ന ഇരട്ടപ്പേരും ജേക്കബിനെ തേടിയെത്തിയിരുന്നു. ജയിൽ ജീവിതം ജേക്കബിനെ കൂടുതൽ ടഫറാക്കി മാറ്റി. ജേക്കബിന്റെ രൂപഭാവങ്ങളിലും വ്യത്യാസം വന്നു. ശരീരത്തിൽ പച്ചകുത്തി ഒരു യഥാർത്ഥ ഗ്യാങ്സ്റ്റർ രൂപം ജേക്കബ് കൈവരിച്ചിരുന്നു. ഒരു ദിവസം ജേക്കബിന്റെ ഗ്യാങ്ങിലെ ഷോട്ട് ഗൺ എന്നൊരു വ്യക്തി ഹെർമൻ ഗോമസ് എന്ന വലിയൊരു ഗ്യാങ്സ്റ്ററെ പറ്റി, ജയിലിനകത്തുള്ള വ്യക്തിയെപ്പറ്റി ജേക്കബിന് പറഞ്ഞുകൊടുക്കുകയാണ്. സെറനോസ് എന്നുപേരുള്ള ഒരു ഗ്യാങ് ഉണ്ട്. ആ ഗ്യാങ്ങിന്റെ ലീഡറാണ് അയാൾ. കൃത്യമായി പറഞ്ഞാൽ ഒരു മാഫിയ ബോസ്. ഏവരും ഏറെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് അയാൾ. ഹെർമൻ പക്ഷെ നിലവിൽ 9 വർഷത്തെ തടവിന് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുകയാണ്. അങ്ങനെയിരിക്കെയായിരുന്നു അത് സംഭവിച്ചത്. ജയിലിനകത്ത് വലിയൊരു കലാപം പൊട്ടിപ്പുറപ്പെട്ടു. ജയിലിനകത്തെ ഗ്യാങ്ങുകൾ പരസ്പരം ഏറ്റുമുട്ടാനും മറ്റും ആരംഭിച്ചു. മറ്റു വഴികളില്ലാതെ ജേക്കബിനും ഫൈറ്റിലേക്ക് ഇറങ്ങേണ്ടി വന്നിരുന്നു. പക്ഷേ ഫൈറ്റ് നടക്കുമ്പോൾ ഹെർമന്റെ വിശ്വാസം നേടിയെടുക്കാൻ അത് നല്ലൊരു അവസരമായി ജേക്കബിന് തോന്നുകയാണ്. ഹെർമനെ അറ്റാക്ക് ചെയ്യാൻ ഒരു തടവ് പുള്ളി ശ്രമിക്കുന്ന കണ്ടതും ജേക്കബ് ചാടി വീണ് അയാൾക്കെതിരെ ഫൈറ്റ് ചെയ്തു. അറ്റാക്കറെ വകവരുത്തുകയും ഉണ്ടായി.
ഹർമാന്റെ മുമ്പിൽ വെച്ചായിരുന്നു ജേക്കബ് അത് ചെയ്തത്. തന്റെ ജീവൻ രക്ഷപ്പെടുത്തിയ ജേക്കബിനോട് തനിക്കൊരു കടപ്പാടുള്ളതായി അതോടെ ഹർമാനും തോന്നി. മാത്രമല്ല ജേക്കബിന്റെ ആ പ്രവൃത്തി മറ്റ് ഗ്യാങ് ലീഡേഴ്സിന്റെയും റെസ്പെക്ട് ജേക്കബിന് നേടിക്കൊടുത്തിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ജേക്കബിന്റെ ആ പ്രവൃത്തി ജയിലിലെ CCTV ക്യാമറകൾ റെക്കോർഡ് ചെയ്തെടുത്തിരുന്നു. പൂർണ്ണ തെളിവുകൾ ഉള്ളതുകൊണ്ട് ജേക്കബിന്റെ മേൽ നടപടിയുണ്ടായി. ജേക്കബിന്റെ മേൽ വീണ്ടും ശിക്ഷ വിധിക്കപ്പെട്ടു. 9 കൊല്ലം കൂടി ജേക്കബ് ജയിലിൽ തുടരണം എന്നതായിരുന്നു ശിക്ഷാവിധി. വിവരം ജേക്കബിന്റെ ഭാര്യ കാതറിൻ അറിഞ്ഞതും കാതറിൻ ഏറെ ദുഃഖിച്ചിരുന്നു. ആ ഒരു സാഹചര്യം മനസ്സിലാക്കിയ ജേക്കബ് ഇനിയും പഴയ രീതിയിൽ മുമ്പോട്ട് പോകുന്നത് ശരിയല്ലെന്ന് തോന്നുകയും ഫാമിലിയുടെ സുരക്ഷയും ആലോചിച്ച് ഫാമിലിയുമായുള്ള എല്ലാ ബന്ധങ്ങളും കട്ട് ഓഫ് ചെയ്യാൻ തീരുമാനിച്ചു. തന്നെപ്പറ്റി മറന്നേക്കാനും നിങ്ങളുടെ ജീവിതവുമായി മുമ്പോട്ട് പോവാനും ജേക്കബ് കാതറിനോട് മറ്റും പറഞ്ഞു. തനിക്കിനി ഒരിക്കലും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാനോ അവരുടെ ജീവിതത്തിന്റെ ഭാഗമാവാനോ പറ്റും എന്ന് ജേക്കബ് ചിന്തിച്ചിരുന്നേയില്ല. ആ സംഭവത്തിന് ശേഷം ജേക്കബ് കുറച്ചുകൂടി സെക്യൂരിറ്റിയുള്ള വലിയൊരു ജയിലിലേക്ക് മാറ്റപ്പെടുകയായിരുന്നു. ഏറെ അപകടം പിടിച്ച ക്രിമിനലുകൾക്ക് വേണ്ടിയുള്ള ഒരു ജയിലാണത്. ആ പുതിയ ജയിലിൽ റെഡ്വുഡ് എന്ന പേരുള്ള വ്യക്തിയാണ് ഏറ്റവും പവർഫുള്ളായ വ്യക്തി എന്നൊരു തടവ് പുള്ളിയിൽ നിന്ന് ജേക്കബ് മനസ്സിലാക്കുന്നുണ്ട്. അടുത്ത ദിവസം ജേക്കബ് റെഡ്വുഡിനെ ചെന്ന് കണ്ടു. പക്ഷേ റെഡ്വുഡ് താൻ വെറും ഒരു ഹൈ റാങ്കിംഗ് മെമ്പർ മാത്രമാണെന്നും ജയിലിനകത്തും പുറത്തുമാണെങ്കിലും ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യപ്പെടുന്നത് മാഫിയ ബോസായ ബീസ്റ്റ് ആണ് എന്നും റെഡ്വുഡ് വ്യക്തമാക്കി. ആര്യൻ ബ്രദർഹുഡ് എന്ന ഗ്യാങ്ങിന്റെ തലവനായിരുന്നു ബീസ്റ്റിനെ മാത്രം സെപ്പറേറ്റ് ഒരു സെല്ലിലായിരുന്നു ഇട്ടിരുന്നത്. അത്രമേൽ അപകടകാരിയായി ബീസ്റ്റിനെ വിലയിരുത്തപ്പെട്ടതുകൊണ്ടായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ബീസ്റ്റിനെ കാണാൻ അത്ര എളുപ്പമല്ല. ബീസ്റ്റിന്റെ അടുത്തേക്ക് എത്തിപ്പെടണമെങ്കിൽ ജയിലിൽ പ്രശ്നമുണ്ടാക്കിയേ തീരൂ. മനഃപൂർവ്വം തന്നെ ജയിലിലെ ഒരു തടവ് പുള്ളിയുമായി ജേക്കബ് അതുകൊണ്ടൊരു ഫൈറ്റ് നടത്തി. ആ ശ്രമം വിജയിക്കുക തന്നെ ചെയ്തു. ബീസ്റ്റിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ജേക്കബ് ഒരു ഫൈറ്റൊക്കെ നടത്തിയത് എന്ന വാർത്ത ബീസ്റ്റിന്റെ ചെവിയിലെത്തിയിരുന്നു. ബീസ്റ്റ് ഇംപ്രസ്ഡ് ആയി. റോബർട്ട് എന്നൊരു ഗാർഡിനോട് ജേക്കബിനെ മീറ്റ് ചെയ്യാൻ തന്റെ മുമ്പിലേക്ക് എത്തിക്കാൻ ബീസ്റ്റ് ആവശ്യപ്പെട്ടു. ബീസ്റ്റ് ജയിലിൽ കിടക്കുന്ന സാധാരണ തടവ് പുള്ളിയാണെങ്കിലും ജയിലിനകത്തും പുറത്തുമുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ ബീസ്റ്റിന് സാധിക്കുമായിരുന്നു. റോബർട്ട് അടക്കമുള്ള ഗാർഡുകൾക്ക് വലിയ തുക പാരിതോഷികമായി നൽകിക്കൊണ്ട് കൈക്കൂലി നൽകിക്കൊണ്ട് ജയിലിനകത്ത് സ്വാധീനം ചെലുത്താനും പുറമേയുള്ള തന്റെ പ്രവർത്തനങ്ങൾ ഏകീകരിപ്പിക്കാനും ക്രോഡീകരിക്കാനുമൊക്കെ ബീസ്റ്റിന് സാധിക്കുന്നുണ്ടായിരുന്നു. ബീസ്റ്റിനെതിരെ നിൽക്കുവാൻ ആരും തന്നെ ധൈര്യപ്പെട്ടിരുന്നില്ല. ജേക്കബിന്റെ ഡെഡിക്കേഷനും കഴിവുകളും ഒക്കെ മനസ്സിലാക്കി ജേക്കബിനെ തന്റെ സെക്കൻഡ് ഇൻ കമാൻഡായി പ്രൊമോട്ട് ചെയ്യാൻ ബീസ്റ്റ് തീരുമാനിച്ചു. പിന്നീട് അങ്ങോട്ടേക്ക് കുറച്ചു വർഷക്കാലം കടന്നുപോയി. ശിക്ഷാ കാലാവധിയിൽ ഇളവ് കിട്ടിയ ജേക്കബ് ജയിലിൽ നിന്ന് മോചിതനാവാം എന്നൊരവസ്ഥ വന്നു. ജേക്കബിന്റെ മോചന വിവരം ബീസ്റ്റിന്റെ ചെവിയിലും എത്തിയിരുന്നു. ജയിലിൽ നിന്ന് പരോളിൽ പുറത്തുപോയാൽ സെറേനോസുമായി ഒരു ഇടപാടുണ്ടെന്നും ആയുധ കച്ചവടമാണെന്നും അത് ജേക്കബ് തന്നെ മുന്നിട്ട് ഡീല് ചെയ്യണം എന്നും ബീസ്റ്റ് ജേക്കബിന് ഉത്തരവ് കൊടുത്തു. ജയിൽ വിട്ട് പുറത്തു പോവാൻ ജേക്കബിന് മനസ്സുണ്ടായിരുന്നില്ല. പക്ഷേ താൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ ജേക്കബിന്റെ കുടുംബത്തിനെ വകവരുത്തും എന്ന് ബീസ്റ്റ് ഭീഷണിപ്പെടുത്തിയതോടെ ജേക്കബ് മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ജയിലിന് പുറത്തു പോവാൻ സമ്മതിച്ചു. വൈകാതെ ജേക്കബ് ജയിൽ മോചിതനായി. ജേക്കബിനെ പ്രതീക്ഷിച്ചെന്ന പോലെ പഴയ ഗ്യാങ് മെമ്പേഴ്സായ ഷോട്ട് ഗണ്ണും മറ്റുള്ളവരും അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷമുള്ള ജയിൽ മോചനം ജേക്കബിന് എന്തെന്നില്ലാത്ത ചെറിയൊരു ആശ്വാസം അനുഭവപ്പെട്ടു. റൂമിലിരിക്കുമ്പോ ജേക്കബ് ഫാമിലിയെ പറ്റി ഓർത്തു. ഫാമിലിയുമായുള്ള ബന്ധങ്ങൾ കട്ട് ഓഫ് ചെയ്ത് നിൽക്കുകയായിരുന്നെങ്കിലും അവരുടെ ഓർമ്മകൾ ജേക്കബിന്റെ ഉള്ളിൽ തങ്ങി നിന്നിരുന്നു. വീണ്ടും അവരോടൊത്ത് ജീവിക്കാൻ സാധിച്ചെങ്കിൽ എന്നൊക്കെ ജേക്കബ് ആഗ്രഹിച്ചു. പിന്നാലെ ഷോട്ട് ഗൺ ജേക്കബിനെ ഒരു പാർട്ടിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പക്ഷെ അവിടെ വെച്ച് ജേക്കബിനെതിരെ ഒരാക്രമണം അരങ്ങേറുകയാണ്. ആരാണ് ആക്രമണം നടത്തിയത് എന്ന കാര്യം വ്യക്തതയില്ലാത്തതായിരുന്നു. പക്ഷേ എന്നിരുന്നാലും തന്റെ കൂടെയുള്ളവരെ അടക്കം നിരീക്ഷിച്ച് കൂടുതൽ ജാഗ്രതയോടെ ഇരിക്കുവാൻ അതോടെ ജേക്കബ് തീരുമാനിച്ചു. വൈകാതെ ജേക്കബ് ഹെർമൻ ഗോൺസാലസിനെ മീറ്റ് ചെയ്തു. സെറേനോസ് തലവനായ അയാൾ ജയിലിൽ നിന്ന് മോചിതനായിരുന്നു. സെറേനോസും ബീസ്റ്റും തമ്മിലുള്ള ഇടപാടിനെ പറ്റി ജേക്കബ് സംസാരിച്ചു. അതിനുശേഷം ജേക്കബ് തന്റെ ഭാര്യയെ രഹസ്യമായി മീറ്റ് ചെയ്തു. തന്റെ അതുവരെയുള്ള സമ്പാദ്യത്തിൽ നിന്ന് നല്ലൊരു പങ്ക് ഭാര്യയ്ക്കായി കൈമാറാൻ ശ്രമിച്ചു. കാതറിൻ അത് വേണ്ടെന്ന് പറഞ്ഞ് മടിച്ചെങ്കിലും ജേക്കബ് നിർബന്ധിച്ച് ആ പണം അവൾക്ക് കൊടുത്തു. ശേഷം അവിടെ നിന്ന് പോരുകയും ചെയ്തു. ജേക്കബ് തന്റെ ഭാര്യയെയും മകനെയും അത്രമേൽ സ്നേഹിക്കുന്നുണ്ടെങ്കിലും ഇനി ഒരിക്കലും അവരുടെ കൂടി ഒരു ജീവിതം സാധ്യമല്ല എന്ന് ജേക്കബ് മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. ഗ്യാങ്സ്റ്റർ ലോകവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു. ഇനി താൻ കാരണം അവർക്കൊരു അപകടം കൂടി സംഭവിക്കരുത്. പക്ഷേ അടുത്ത ദിവസം കാതറിൻ മകൻ ജോഷുവയെയും കൂട്ടി ജേക്കബിനെ മീറ്റ് ചെയ്യാനെത്തി. അച്ഛൻ എന്തിനാണ് തങ്ങളെ വിട്ടിങ്ങനെ മാറി നിൽക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല എന്ന് ജോഷുവ ജേക്കബിനോട് സംസാരിച്ചു. ജോഷുവയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ജേക്കബ് ശ്രമിച്ചു. പക്ഷെ അതൊന്നും പ്രശ്നമല്ലെന്നും നമുക്കൊന്നിച്ച് എല്ലാ അപകടങ്ങളെയും നേരിടാം, അച്ഛൻ കൂടെ വാ എന്നായിരുന്നു ജോഷുവ പറഞ്ഞത്. തന്റെ മകന്റെ ആഗ്രഹപ്രകാരം മകന്റെ കൂടെ ചെല്ലണമെന്നും കുടുംബത്തിനൊപ്പം ജീവിക്കണം എന്നും ജേക്കബിനുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ താൻ ചെയ്താൽ അവരുടെ ജീവിതം അപകടത്തിലാവുമെന്നും ഗ്യാങ്സ്റ്റേഴ്സ് സംഘം തനിക്കെതിരെ ആക്രമണം നടത്തിയതുപോലെ കുടുംബത്തിനെതിരെയും ആക്രമണം നടത്തിയേക്കും എന്നും ജേക്കബ് ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ട് ജേക്കബ് അതിന് തയ്യാറായതേയില്ല. ജേക്കബ് മകന് മുമ്പിൽ വാതിലടച്ചു. ഏറെ വേദനയോടെയായിരുന്നു അത്. തന്റെ കുടുംബം സുരക്ഷിതമായി ജീവിക്കണമെങ്കിൽ എല്ലാം അവസാനിക്കേണ്ടതുണ്ട് എന്ന് ജേക്കബിന് തോന്നാൻ ആരംഭിച്ചു. അതോടെ അതിനുവേണ്ട കാര്യങ്ങൾ പ്രവർത്തിക്കാൻ ജേക്കബ് തീരുമാനിക്കുകയാണ്. ഇതേസമയം മറുവശത്ത് ജേക്കബിന്റെ പരോൾ ഓഫീസർ എഡ് കച്ചറാകട്ടെ ജേക്കബിനെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ജേക്കബ് സെറേനോസുമായി നടത്തിയ ആയുധ കച്ചവട ഡീലിനെ പറ്റിയും കച്ചാർ മനസ്സിലാക്കിയിരുന്നു. വൈകാതെ ഒരു കാര്യം കൂടി വെളിപ്പെട്ടു. ജേക്കബിന്റെ പെട്ടെന്നുള്ള വളർച്ചയും ബീസ്റ്റിന്റെ സെക്കൻഡ് ഇൻ കമാൻഡ് ആയതടക്കമുള്ള ജേക്കബിന്റെ ഉയർന്ന പദവിയുമടക്കം ഷോട്ട് ഗണ്ണിനെ അസൂയപ്പെടുത്തിയിരുന്നു. ഷോട്ട് ഗണ്ണായിരുന്നു കച്ചാറിന് വിവരങ്ങൾ ചോർത്തിക്കൊടുത്തുകൊണ്ടിരുന്നത്. ഈ വിവരം വൈകാതെ ജേക്കബ് മനസ്സിലാക്കി. തന്റെ മേൽ പാർട്ടിയിൽ വെച്ച് നടന്ന ആക്രമണത്തിന് പിന്നിലും ഷോട്ട് ഗൺ തന്നെയാണ് എന്ന് ജേക്കബ് തിരിച്ചറിഞ്ഞിരുന്നു. ജേക്കബ് പിന്നെ മടിച്ചില്ല. ഷോട്ട് ഗണ്ണിനെ കടന്നാക്രമിച്ച് വകവരുത്തി ഷോട്ട് ഗണ്ണിന്റെ ഫോണും കരസ്ഥമാക്കി. കൂട്ടത്തിൽ ജേക്കബ് ഒരു കാര്യം കൂടി തിരിച്ചറിഞ്ഞു. ഷോട്ട് ഗൺ കുറച്ച് ആയുധങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഉയർന്ന തുകയ്ക്ക് പിന്നീടത് വിൽക്കാനായിരുന്നു ഷോട്ട് ഗണ്ണിന്റെ പദ്ധതി. അങ്ങനെ ആ ദിവസം എത്തി. സെറോനോസും ബീസ്റ്റും തമ്മിലുള്ള ഡീലിന്റെ ദിവസം. ഡീലിനെത്തിയ ജേക്കബ് വിദഗ്ധമായി ഷോട്ട് ഗണ്ണിന്റെ ഫോൺ ഉപയോഗിച്ച് കച്ചറിന് ഡീലിനെ പറ്റിയുള്ള വിവരങ്ങളും ലൊക്കേഷനും കച്ചറിന് അയച്ചു കൊടുത്തു. വിവരം കിട്ടിയതും പോലീസും സ്വാട്ട് ടീമും അടക്കം ലൊക്കേഷനിലെത്തി അതിനെതിരെ ആക്രമണം നടത്താൻ തുടങ്ങി. പോലീസിനാൽ പിടിക്കപ്പെടുക എന്നതായിരുന്നു ജേക്കബിന്റെ പദ്ധതി. ജേക്കബ് ആ പദ്ധതിയിൽ വിജയം കണ്ടു. ജേക്കബ് വീണ്ടും ജയിലിൽ അടയ്ക്കപ്പെടുകയാണ്. പരോൾ പോലും കിട്ടില്ലാത്ത വലിയ തടവ് ശിക്ഷയായിരുന്നു അന്ന് ജോസഫിന് വിധിക്കപ്പെട്ടത്. കച്ചർ ജേക്കബിന്റെ മുമ്പിലേക്ക് ഒരു ഓഫർ വെച്ചു. ഇതൊക്കെ നടത്തിയത് ബീസ്റ്റിന് വേണ്ടിയാണ് എന്ന് ജേക്കബ് സമ്മതിച്ചാൽ ജേക്കബിന് പൊതുമാപ്പ് നൽകി വിട്ടയക്കാം എന്നായിരുന്നു അത്. പക്ഷെ അത്തരത്തിൽ ചെയ്താൽ തന്റെ കുടുംബം അപകടാവസ്ഥയിലാകും എന്ന് ജേക്കബിന് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ജേക്കബ് കച്ചറിന്റെ ഓഫർ നിരാകരിച്ചു. ജേക്കബ് അങ്ങനെ ബീസ്റ്റുള്ള അതേ ജയിലിലേക്ക് എത്തപ്പെട്ടു. തന്റെ ആളുകളെയും മറ്റും ഉപയോഗിച്ച് നടന്ന കാര്യങ്ങളെപ്പറ്റിയുള്ള മുഴുവൻ വിവരം ബീസ്റ്റ് മനസ്സിലാക്കിയിരുന്നു. ജേക്കബാണ് ആയുധ കച്ചവടം തകർത്തതെന്നും പോലീസിന് വിവരം കൈമാറിയത് എന്നും മനസ്സിലാക്കിയ ബീസ്റ്റ് ജേക്കബിനെയും ജേക്കബിന്റെ ഫാമിലിയെയും വകവരുത്തും എന്ന് ഭീഷണിപ്പെടുത്തി. പക്ഷേ ജയിലിലേക്ക് അങ്ങനെ മടങ്ങിയെത്തുമ്പോൾ തന്നെ ജേക്കബ് പലതും തീരുമാനിച്ചിരുന്നിരുന്നു. സെല്ലിലേക്ക് എത്തിയ ജേക്കബ് താൻ ഒളിപ്പിച്ച് കടത്തിക്കൊണ്ടുവന്ന ചെറു താക്കോലും ബ്ലേഡും കയ്യിലെടുത്തു. ജേക്കബിന്റെ ഭാര്യയെയും മകനെയും കൊല്ലും എന്ന് ബീസ്റ്റ് ഭീഷണിപ്പെടുത്തിയതിന് പിന്നാലെ ജേക്കബ് അവസരത്തിന് കാത്തുനിന്നു. വൈകാതെ ഗാർഡ് അങ്ങോട്ടേക്ക് കടന്നുവന്ന സമയം നോക്കി ജേക്കബ് കയ്യിലുണ്ടായിരുന്ന താക്കോലുകൊണ്ട് വിലങ്ങഴിച്ച് ബ്ലേഡ് റോബർട്ടിന്റെ കഴുത്തിൽ വെച്ച് റോബർട്ടിനെ ഭീഷണിപ്പെടുത്തി. ബീസ്റ്റിന്റെ സെൽ കീ തരാൻ ആവശ്യപ്പെട്ടു. ഭയന്നിരുന്ന അയാൾ ജേക്കബിന് ബീസ്റ്റിന്റെ സെല്ലിന്റെ താക്കോൽ കൊടുത്തു. താക്കോൽ കിട്ടിയതും ജേക്കബ് റോബർട്ടിനെ തന്റെ സെല്ലിലിട്ട് പൂട്ടി. പിന്നാലെ ബീസ്റ്റിന്റെ സെല്ലിന്റെ വാതിൽ തുറന്നു. ബീസ്റ്റ് പുറത്തേക്ക് ചാടി വീഴുകയാണ്. പിന്നെ അവിടെ നടന്നത് ശക്തമായൊരു ഏറ്റുമുട്ടലായിരുന്നു. ജേക്കബും ബീസ്റ്റും തമ്മിലുള്ള മരണ പോരാട്ടം. പക്ഷേ പോരാട്ടത്തിനൊടുവിൽ ജേക്കബ് ബീസ്റ്റിനെ താൻ ഒളിപ്പിച്ച് കടത്തിക്കൊണ്ടുവന്ന ബ്ലേഡ് ഉപയോഗിച്ച് കൊലപ്പെടുത്തി. പിന്നാലെ ജേക്കബ് റോബർട്ടിനോട് സംസാരിച്ചു. ബീസ്റ്റ് തന്നെ ആക്രമിച്ചപ്പോൾ സെൽഫ് ഡിഫൻസിനായി തനിക്ക് കൊലപ്പെടുത്തേണ്ടി വന്നതാണ് എന്ന് സാക്ഷി പറയാൻ റോബർട്ടിനോട് ജേക്കബ് ആവശ്യപ്പെട്ടു. ജേക്കബിന് അതിനുയർന്ന പ്രതിഫലം കൊടുക്കാം എന്നും ജേക്കബ് പറഞ്ഞിരുന്നു. ബീസ്റ്റിന്റെ മരണത്തോടെ ജേക്കബ് ജയിലിലെ തന്നെ ഏറ്റവും റെസ്പെക്റ്റഡ് ആയ ഏവരും ഭയക്കുന്ന ഒരു മെമ്പറായി മാറി. ബീസ്റ്റിന്റെ സ്ഥാനത്ത് ജേക്കബ് വന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും ഭയപ്പെടുന്ന ഗ്യാങ് ലീഡേഴ്സിൽ ഒരാളായി മാറി. തന്റെ ഫാമിലിയുടെ സുരക്ഷ അതോടെ ഉറപ്പാവും എന്ന് ജേക്കബിന് ഉറപ്പായിരുന്നു. ജേക്കബ് തന്നെ കച്ചറിന് ബാക്കിയുള്ള ആയുധങ്ങൾ എവിടാണ് ഒളിപ്പിച്ചിരിക്കുന്നത് എന്ന വിവരം കൈമാറി കൊടുത്തു. അധികം വൈകാതെ ജേക്കബിനെ തേടി മകൻ ജോഷുവയുടെ ഒരു കത്ത് വന്നു. താനും അമ്മയും സന്തോഷത്തോടെ സുരക്ഷിതമായി ജീവിക്കുകയാണെന്നും അച്ഛനോട് തങ്ങൾ ക്ഷമിച്ചു എന്നുമായിരുന്നു ആ കത്തിൽ അവർ കുറിച്ചിരുന്നത്. കത്ത് വായിച്ച ശേഷം ജയിൽ ഭിത്തിയിൽ ഒട്ടിച്ചിരുന്ന തന്റെ കുടുംബത്തിന്റെ ചിത്രങ്ങളിലേക്ക് ജേക്കബ് നോക്കുന്നുണ്ട്. വേദനയും ഒരു സമാധാനവും ജേക്കബിന് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ആ ഒരു നിമിഷത്തിൽ ജേക്കബ് ഒന്നുകൂടെ സ്വയം തിരിച്ചറിഞ്ഞു. തന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുകയല്ലാതെ തന്റെ ഫാമിലിയെ സംരക്ഷിക്കാൻ തനിക്ക് മുമ്പിൽ മറ്റൊരു വഴിയും ഉണ്ടായിരുന്നേ ഇല്ലെന്ന കാര്യം. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.